ഹലോ ഗായ്സ്, നമ്മുടെ ഹോം ടൂർ പാർട്ട് 1 ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം 2 ദിവസമായി. ഹോം ടൂർ പാർട്ട് 2 എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ 2 പേരേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ പലയിടം പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് കാണുന്നവർ ഈ ലൈക്കില്ല, കമൻ്റ് ഇല്ല, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ലൈക്കും ഈ കമൻറ്റ് ഷെയർ ഇതൊന്നും ഇല്ലാതെ വെറുതെ വ്യൂവേഴ്സ് മാത്രമായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗീവ് അവേ കിട്ടത്തുള്ളൂ. ആ ഒരു സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഒരു വീഡിയോയിൽ എത്ര കമൻറ്റ് വരുന്നു, അല്ലെങ്കിൽ ആരാണ് കമൻറ്റ് എടുത്തത്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഗീവ് അവേ അയക്കത്തുള്ളൂ. അത് ഞാൻ അപ്പോഴും എപ്പോഴും ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ആരും കമൻറ്റ് ഇടുന്നില്ല. ആകെ എന്നോട് എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് കുട്ടികൾ മാത്രമാണ് ചോദിക്കുന്നത്, ചേച്ചി പാർട്ട് 2 ഇടുന്നില്ലേ, പാർട്ട് 2 ഇടുന്നില്ല. അവരും കമൻറ്റിൽ കൂടെ അല്ല, അവരും അല്ലാതെയാണ് ചോദിക്കുന്നത്. എന്നോട് ഈ ചോദിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ കമൻറ്റ് ഇടണം. അവർക്ക് കമൻറ്റ് ഇടുന്നൊന്നുമില്ല. അങ്ങനെ ചെറിയ ഓരോരുത്തരിങ്ങനെ കമൻറ്റ് ഇടുന്നതിൻ്റെ ബാക്കിയുള്ളവർ കമൻറ്റ് ഇടും. അപ്പം എനിക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്കൊരു ഗീവ് അവേ കിട്ടാമെങ്കിൽ സബ്സ്ക്രൈബും വേണം, വ്യൂവേഴ്സ് വേണം, ലൈക്ക് വേണം, കമൻറ്റ് വേണം, ഇതെല്ലാം വേണം. ഈ ശങ്കർ മകനെന്താ എൻ്റെ ശങ്കരമ്മ, എൻ്റെ മാമന് എന്നെ നോക്കി അങ്ങോട്ട് വന്ന് നടക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. അപ്പം ഇതെല്ലാം വേണം കേട്ടോ. എന്തോ സൗണ്ട്, ആരാ? അപ്പം നമ്മുടെ മാമൻ പോയി. ഇനി നമുക്ക് മാമൻ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒരാളുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ ആൾക്കൊരു ഡിസ്റ്റർബൻസ് തോന്നും. അല്ലാതെ എനിക്ക് മാമൻ ഇവിടുന്ന് പോകണമെന്നോ മാമൻ ഇറങ്ങി എങ്ങനെയും പോയാൽ മതി എന്നോ തോന്നുന്നു. എനിക്കിങ്ങനെ ഒരാളുടെ മുന്നിൽ കൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ചിരിയൊക്കെ തമാശ ചമ്മൽ വരും. പിന്നെ മാമന് ഒരു ഡിസ്റ്റർബൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയം നടക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ ഇട്ടൊന്ന് തുടങ്ങിയാലോ? അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിലായിട്ട് തുടങ്ങാതെ. ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ ആയിട്ടൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട്, പിന്നെ കബോർഡ്സ്, ഗ്യാസ്, പിന്നെ ഇവിടെ ഈ സാധനം അമ്മമ്മ ചെയ്യാണ്. എന്ത് ചെയ്യുക? പിന്നെ ഈ ലൈറ്റ്സ് ഇവിടുത്തെ മെയിനാണ് കേട്ടോ. കണ്ടില്ലേ? എനിക്ക് നമ്മുടെ നേരത്തെ ഏതൊരു വീഡിയോയിൽ ഈ അടുക്കള കാണിച്ചിരുന്നത്. എല്ലാവരും നമുക്കൊന്നുകൂടെ കാണിക്കുന്നത് നമുക്ക് ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ പല ലൈറ്റ്സ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ലൈറ്റ്സ് എല്ലാം ഉണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇനി നമുക്ക് നമ്മുടെ വാഷ് പേഴ്സൺ ഏരിയയാണ്. വാഷ് പേഴ്സൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ. ഇവിടെ ഇല്ല, കളയുമല്ല, കളർ മാറും കേട്ടോ. ഇനി വേറെ